എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ദേവഗിരി കോളേജിലേക്കുള്ള ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അതായത് 4 വർഷ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതൊരു ഓട്ടോണമസ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റി അല്ല അതായത് ഈ ഒരു അതത് കോളേജ് വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെന്റ് ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും. അതത് ഓട്ടോണമസ് കോളേജുകളുടെ വെബ്സൈറ്റുകളിൽ കറക്റ്റായിട്ട് എപ്പോഴാണ് അലോട്ട്മെന്റിന്റെ ഓരോ ഘട്ടവും പ്രസിദ്ധീകരിക്കുക എന്നുള്ള സംബന്ധിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിലവിൽ ഫറൂഖ് കോളേജ്, അതുപോലെ തന്നെ ST ജോസഫ് കോളേജ് ദേവഗിരി, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഈ ഒരു മഹാരാജാസ് കോളേജ്, അതുപോലെ തന്നെ വിവിധ ഓട്ടോണമസ് കോളേജുകളുണ്ട്. അതായത് ടോട്ടൽ 19 ഓട്ടോണമസ് കോളേജസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതേക്കുറിച്ച് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഈ ഒരു ഓട്ടോണമസ് കോളേജ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചില ഓട്ടോണമസ് കോളേജിൻ്റെ അഡ്മിഷനായുള്ള അപേക്ഷ നിലവിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് അതിൽ ഏകദേശം ഒരു ജൂൺ 3 ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥി ദേവഗിരി കോളേജിൻ്റെ ആ ഒരു ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ദേവഗിരി കോളേജിൻ്റെ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. അതുപോലെ തന്നെ ഏതൊരു യൂണിവേഴ്സിറ്റി അല്ല അതായത് ഏതൊരു ഓട്ടോണമസ് കോളേജസ് ആയിരുന്നാലും നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓട്ടോണമസ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഷെഡ്യൂളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ST ജോസഫ് കോളേജ് ദേവഗിരി ആ ഒരു കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു കോളേജ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഓട്ടോണമസ് കോളേജാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോളേജ് വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയൊക്കെ സമർപ്പിക്കേണ്ടത്. നിലവിൽ ഇതിൻ്റെ ആ ഒരു അപേക്ഷ അവസാനിച്ചിട്ടുണ്ട്. ഇനി അലോട്ട്മെന്റ് പ്രോസസ്സുകളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സൈഡിലായിട്ട് നിങ്ങൾക്ക് FIUGP അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇപ്പോൾ നിലവിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 3 വൈകിട്ട് 3 മണി വരെ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക. ഈ ഒരു പേജിൽ ക്ലിക്ക് ഹിയർ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മുകളിലായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ, അതായത് ഈ ഒരു ബാച്ചലർ പ്രോഗ്രാംസിൽ ഏതൊക്കെ ഹോണേഴ്സ് കോഴ്സുകളാണ് അതുപോലെ റിസർച്ച് കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളതും അതുപോലെ എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അപേക്ഷ അവസാനിച്ചത് കൊണ്ട് തന്നെ ഇനി അപേക്ഷ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓരോ അലോട്ട്മെന്റിൻ്റെ ഷെഡ്യൂളും ഈ ഒരു പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 30 വൈകിട്ട് 3 മണി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും അതുപോലെ അപേക്ഷയിൽ നിന്ന് കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 അതായത് നാളെ വൈകിട്ട് 3 മണി വരെയാണ് വിദ്യാർത്ഥികൾ ഇതിനുള്ള അവസരം ഉള്ളത്. അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു 5/6/2024 വരെയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു അതായത് റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ട്രയൽ അലോട്ട്മെന്റ് ഇല്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഇനി വരാൻ പോകുന്നത്. അത് ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ ഒരു ജൂൺ 5 അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 10 വരുന്നത്. തേർഡ് അലോട്ട്മെന്റ് ആണെങ്കിൽ ജൂൺ 15 വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ നടക്കുന്നത് 21/6/2024 അതുപോലെ തന്നെ കൊമേഴ്സ് ക്ലാസ്സസ് അതായത് ഈ ഒരു ക്ലാസ്സസ് ആരംഭിക്കുന്നത് 26/6/2024 അതായത് ഈ ഒരു ജൂൺ 26 ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ജസ്റ്റ് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു പേജ് ലോഡാവുന്നില്ല. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ആ ഒരു പേജിലേക്ക് ലോഡായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സീറ്റുകളാണ് ഓരോ കോഴ്സിലും ഉള്ളത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെന്റിന്റെ ഷെഡ്യൂൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആ ഒരു ഷെഡ്യൂൾ പ്രകാരമുള്ള ആ ഒരു ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ ഷെഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 5 അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ടസ് കാണാം. ജസ്റ്റ് പ്രോസ്പെക്ടസിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ഒരു പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നോക്കാനായിട്ടാണ് സാധിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും നൽകിയിട്ടില്ല. ജസ്റ്റ് ഇതിലെങ്ങനെ അഡ്മിഷൻ നേടാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നോക്കുക.
അപ്പോൾ അറ്റ് ദ ഇൻ്റർവ്യൂ, അതായത് അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ ദ ആപ്ലിക്കൻ ഷുഡ് ബി പ്രൊഡ്യൂസ് ദ ആപ്ലിക്കേഷൻ ഫോം ജനറേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ ആൻഡ് ഫോട്ടോ കോപ്പി, അതായത് ഒറിജിനലും ഫോട്ടോ കോപ്പി നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നൽകി അപേക്ഷ നൽകുന്നു. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻസ് ആഫ്റ്റർ ഫൈനൽ സബ്മിഷൻ കനോട്ട് ബി എഡിറ്റഡ്, അതായത് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിന് ശേഷം ആപ്ലിക്കേഷൻ എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇൻറ്റിമേഷൻ ലെറ്റർ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ അതായത് കോളേജിൽ പോയിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഒറിജിനൽ ആൻഡ് ഫോട്ടോ കോപ്പി എടുക്കണം. അതായത് ഈ പറയുന്ന ഡോക്യുമെൻറ്റുകളുടെയാണ് ഫോട്ടോ കോപ്പിയും അതുപോലെ ഒറിജിനലും എടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ +2 എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതായത് 6 മാസം വാലിഡിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ റിലവൻറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ ക്ലൈമിംഗ് റിസർവേഷൻ ആൻഡ് ബോണസ് മാർക്ക്, അതായത് നിങ്ങൾക്ക് ബോണസ് മാർക്കോ അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ, അതായത് എക്സ് സർവീസ്മാൻ, ആർട്സ്, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എക്സെട്ര ഇതുപോലുള്ള ബോണസൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ ഈ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകളും എടുക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് എയ്ഡഡ് പ്രോഗ്രാമുകളിൽ ഫീസ് എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ കൊണ്ടുപോകേണ്ടതാണ്. അതായത് OEC, അതുപോലെ തന്നെ OBC, H, അതുപോലെ തന്നെ ജനറൽ FC, അതുപോലെ തന്നെ OBC അല്ലെങ്കിൽ എക്സെട്ര ഇതുപോലുള്ളവ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അത് 1 ഇയർ വാലിഡിറ്റി ഉള്ളതായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനാണെങ്കിലും ഏകദേശം 3 വർഷം വാലിഡിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതിന് 1 വർഷമാണെന്നാണ്, അതായത് അതിന് വാലിഡിറ്റി നിശ്ചിത വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ PWD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസബിലിറ്റി SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ ചെയ്ത്, അതായത് CAP ID ഉണ്ടായിരിക്കണം. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CAP ID നിങ്ങൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു CAP ID നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അത് കാരണം ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു കോളേജ് അഫിലിയേഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കാൻഡിഡേറ്റ് സെക്യൂർ അഡ്മിഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി കോട്ട സിറിയൻ കാത്തലിക്, അതായത് സിറിയൻ കാത്തലിക്കുള്ളവർ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാനായിട്ട് ടെസ്റ്റിമണി ഓർ ലെറ്റർ ഫ്രം പാരിഷ് പ്രീസ്റ്റ് എന്ന് നൽകിയിട്ടുണ്ട്. പാരിഷ് പ്രീസ്റ്റ്, അപ്പോൾ അവരുടെ ലെറ്റർ, അതുപോലെ തന്നെ കുറേ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് അവിടെ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് ജസ്റ്റ് അതായത് നിങ്ങൾക്ക് ആദ്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫറൻസ് ആയിട്ട് തോന്നും, പക്ഷേങ്കിൽ ഇത് ചെക്ക് ചെയ്ത് കുറച്ച് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അഡ്മിഷൻ്റെ അതായത് റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ടെമ്പററി അല്ല, ഈ ഒരു ട്രയൽ അലോട്ട്മെൻ്റ് അല്ല വന്നിട്ടുള്ളത്, ഇതിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ മാർക്കിലോ അല്ല തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 3-ാം തീയതി വൈകിട്ട് 3 മണി വരെ എഡിറ്റ് ചെയ്യാം. അത് നാളെ 3 മണി വരെ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് 5/6/2024 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 10-ാം തീയതിയും അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 15-ാം തീയതിയും ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 18-ാം തീയതിയുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു 21-ാം തീയതിയാണ്, അതായത് ജൂൺ 21-ാം തീയതിയാണ്. അതിനുശേഷം ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് 26-ാം തീയതിയാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇൻറ്റിമേഷൻ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഡേറ്റിൽ കറക്റ്റായിട്ട് പോയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. പ്രോസ്പെക്ടസിൻ്റെ അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അറിയുന്നതിനായിട്ട് ജസ്റ്റ് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഈ ഒരു
അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഫോർത്ത് ആയിട്ടുള്ള അലോട്ട്മെൻറ്റോ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനുള്ള ആ ഒരു ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ ലോഗിൻ പേജിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി ഈ ഒരു അതായത് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എങ്ങനെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് റാങ്ക് ലിസ്റ്റിലാണ്, അതായത് നിങ്ങൾ ഏതൊക്കെ കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങളിപ്പോൾ സെൽഫ് ഫിനാൻസ് കോഴ്സിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എയ്ഡഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എയ്ഡഡ് കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എയ്ഡഡ് കോഴ്സിൻ്റെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം. രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ആദ്യം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പിന്നീട് അടുത്ത സെലക്ട് ചെയ്ത് ചെയ്യുക. അപ്പോൾ ആദ്യം എയ്ഡഡ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എയ്ഡഡ് പ്രോഗ്രാംസിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഓരോ കോഴ്സിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകളാണ്. ഇപ്പോൾ ജനറൽ മെറിറ്റ്, കമ്മ്യൂണിറ്റി മെറിറ്റ്, SC മെറിറ്റ്, അതുപോലെ ST മെറിറ്റ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ആയിരിക്കും. കമ്മ്യൂണിറ്റി മെറിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അതായത് മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം 21 ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ഇതാണ്. അതായത് ആദ്യത്തെ ലിസ്റ്റാണ്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് BA എക്കണോമിക്സ് ഓണേഴ്സ് ആണ്. 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതിൽ ജനറൽ മെറിറ്റിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അതായത് ഈ ഒരു മുകളിൽ പറഞ്ഞിട്ടുള്ള അതിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇതിന് താഴെയുള്ള വിദ്യാർത്ഥികളെ ആ ഒരു മുകളിലത്തെ ലിസ്റ്റിലേക്ക് മാറ്റുന്നതായിരിക്കും. അതാണ് വെയിറ്റിംഗ് ലിസ്റ്റ്. അതായത് ഏതെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് വെയിറ്റിംഗ് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ സീറ്റ് വീണ്ടും വല്ല വേക്കൻസി ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും ആ ഒരു കോഴ്സിൽ ഏത് റാങ്ക് ലിസ്റ്റുകളിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അതായത് ഇൻഡെക്സ് മാർക്കല്ല, ലാസ്റ്റ് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഫോർത്ത് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു, അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. കാരണം ഓരോ സമയത്തും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് വരുന്ന സമയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ദേവഗിരി കോളേജിൻ്റെ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.